അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദഫ്കളി സമഗ്ര പഠനം 4-ാം എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞത് എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ടീമിലെ എണ്ണക്രമത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിന്റെ വേഷവിധാനത്തെക്കുറിച്ചാണ്. വേഷം ഇസ്ലാം അനുവദിക്കുന്നതായിരിക്കണം എന്നുള്ളതാണ് ദഫ്കളിയുടെ പ്രൊഫഷണൽ നിയമങ്ങളിൽ ഇന്ന് രണ്ടാമതായി പാലിക്കപ്പെടേണ്ടുള്ള കാര്യം. രണ്ടാമതായി പറയപ്പെടുന്ന ചട്ടം ഇസ്ലാം അനുവദിക്കുന്ന വേഷവിധാനമായിരിക്കണം എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാർക്ക് യോജിച്ച പുരുഷന്മാരുടെ വേഷവിധാനം അണിഞ്ഞുകൊണ്ടായിരിക്കണം ദഫ് കളിക്കേണ്ടത്. സ്ത്രീകൾ അവരുടെ ഗ്രഹാന്തരീക്ഷത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് കളിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ വേഷം വെച്ചുകൊണ്ടാണ് അവർ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള നിയമങ്ങളിൽ ഈ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇതാണ് രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത്. വേഷം ഇസ്ലാം അനുവദിക്കുന്നത് എന്നതിൽ നമുക്ക് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമൊന്നുമില്ല. പുരുഷന്മാരുടെ വേഷം ധരിച്ചുകൊണ്ട് നിര്യാണിക്ക് താഴെ പോവാത്ത ആ ഇസ്ലാം പറഞ്ഞ രീതിയിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ദഫ് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമതായിട്ടുള്ള നിയമം ചട്ടം എന്ന് പറയുന്നത് പ്രാർത്ഥന 2 മിനിറ്റിൽ കവിയാത്ത ഇരവ് അടങ്ങിയ ഗാനമായിരിക്കണം എന്നുള്ളതാണ്. 2 മിനിറ്റിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ്. 2 മിനിറ്റിൽ കൂടാൻ പാടില്ല. ഒരു മിനിറ്റ് 1.5 മിനിറ്റ് ഒക്കെ മതി പ്രാർത്ഥന. അതിൽ കവിയാത്ത ഇരവടങ്ങിയ ഗാനമായിരിക്കണം. അള്ളാഹുവോട് ഇരക്കുന്ന ആ പ്രാർത്ഥനയുള്ള ഗാനം ഇരവടങ്ങുന്ന ഗാനം തന്നെയായിരിക്കണം. ചില ഗദ്യ രീതിയിൽ, അതായത് പദ്യ രീതിയിലായിരിക്കണം എന്നാണ് ഇവിടെ ഗാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഗദ്യ രീതിയിൽ ആവാൻ പാടില്ല. പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വായിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ആ രീതിയിലേക്ക്, ഗദ്യ രീതിയിലേക്ക് പ്രാർത്ഥന പോവാൻ പാടില്ല. എന്തുകൊണ്ട്? ഇതൊരു ചട്ടമാണ്. ഇനിയൊരു കാലത്ത് വേണമെങ്കിൽ ഗദ്യ രീതിയിൽ ആവാം എന്നും ആക്കാം. അത് ഇസ്ലാമിക വിരുദ്ധമല്ല. അതാ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് ഇസ്ലാമിക നിയമങ്ങൾക്ക് വിധേയമായിരിക്കുക എന്നുള്ള ഒറ്റ നിയമമാണുള്ളത്. ബാക്കിയെല്ലാം ചട്ടങ്ങളാണ്. അപ്പൊ ഈ ചട്ടങ്ങൾ 2 മിനിറ്റിൽ കവിയാത്ത ഇരവ് അടങ്ങിയ ഗാനമായിരിക്കണമെന്ന് ഇന്ന് പൊതുവിൽ പാലിക്കപ്പെടുന്ന ചട്ടമാണ്. ഈ ചട്ടം നമുക്ക് ഇന്നത്തെ നിയമം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? അത് ഗാനം തന്നെയായിരിക്കണം. ഗദ്യ രീതിയിലാവാൻ പാടില്ല, പദ്യ രീതിയിൽ തന്നെ ആവണം. കാരണം അതിന് അടിസ്ഥാനമുണ്ട്. ഈ ദഫ് കളി ഉണ്ടായത് മുതൽക്ക് തന്നെ ഇത് പദ്യ രീതിയിലാണ് ഇതിന്റെ പ്രാർത്ഥന പാലിക്കപ്പെട്ട് ഉപയോഗിച്ച് വന്നിട്ടുള്ളത്. അതൊരു പാരമ്പര്യം എന്ന രീതിയിൽ അത് നമുക്ക് മാറ്റാതിരിക്കലാണ് ഏറ്റവും നല്ലത്. പാരമ്പര്യമായി വരുന്ന ചില ചട്ടങ്ങളുണ്ട്, അത് പരമാവധി മാറ്റരുത്. അത് അതിന്റെ അടിസ്ഥാന തനിമയെ നിലനിർത്തുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ തനിമ നിലനിർത്തുന്ന രീതിയിൽ തന്നെ ഗദ്യ രീതിയിലാവാൻ പാടില്ല പ്രാർത്ഥന, പദ്യ രീതിയിലാവണം. 2 മിനിറ്റിൽ കൂടാതിരിക്കണം എന്നുള്ള കാര്യവും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് പൊതുവിൽ പാലിക്കപ്പെടേണ്ടുന്ന നിയമം, ചട്ടം എന്ന് പറയുന്നത് ഈ കളികൾക്കിടയിൽ ഇടപ്രാർത്ഥനകൾ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇടപ്രാർത്ഥന വരരുത്. പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ അത് പ്രാർത്ഥനകൾ തുടങ്ങി പിന്നെ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കണം. അതിന്റെ ഇടക്കിടക്ക് ഇങ്ങനെ പ്രാർത്ഥന വരരുത്. അപ്പൊ ഇടപ്രാർത്ഥന പാടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതാണ് പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് ഇന്ന് പറയാനുള്ള വിഷയം. പിന്നെ നാലാമതായിട്ട് പാലിക്കപ്പെടുന്ന ചട്ടം, ഗാനങ്ങൾ ഇസ്ലാമിക സംസ്കാരത്തോട് യോജിച്ച ഈണങ്ങളിൽ രചിക്കപ്പെട്ട മാപ്പിളത്തമുള്ളതായിരിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അസ്സലാമു അലൈക്കും.